നാട്ടിൽ ഞാൻ എത്തിടുമ്പോ സുഭാഷിതം. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ചോദ്യങ്ങളും സകല മനുഷ്യരെയും അലട്ടുന്ന ഒന്നാണ്. സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഈ ചോദ്യം തന്നെയാണ് ഉയർന്നു വരുന്നതും. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകജ്ഞാനികൾക്ക് യാതൊരു നിശ്ചയവുമില്ല. യുദ്ധങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ജനം പരിഭ്രാന്തിയിലാണ്. എന്നാൽ ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. കാരണം ഭൂലോകത്തിന്റെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം സംബന്ധിച്ചുള്ള പ്രവചനങ്ങളാണ് നിവർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ലോകമെമ്പാടും കാണപ്പെടുന്ന അധർമ്മവും അസ്വസ്ഥതയും ഈ യുഗം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിളിച്ചറിയിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ മേലാൽ സംഭവിപ്പാനുള്ളത് ദൈവം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുന്നത്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. After these things I looked, and behold, a door standing open in heaven. And the first voice which I heard was like a trumpet speaking with me, saying, Come up here, and I will show you things which must take place after this. യോഹന്നാൻ ഈ ശബ്ദം പരിചയമുണ്ട്. കർത്തൃദിവസത്തിൽ താൻ വിവശനായിരുന്നപ്പോൾ, നീ കാണുന്നത് ഈ ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്കും അയക്കുക എന്ന് കാഹളത്തിനൊത്ത ഒരു മഹാനാദം കേട്ടതാണ്. സഭകൾക്കുള്ള ദൂത് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ അനന്തരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വാതിൽ അടഞ്ഞു കിടന്നാൽ നമുക്കവിടത്തേക്ക് പ്രവേശനമില്ല. ഇവിടെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയമായി എന്നുള്ളതാകുന്നു. തുറന്ന വാതിൽ ദൈവം മനുഷ്യർക്ക് സ്വർഗം പ്രാപ്യമാക്കിയിട്ടുണ്ടെന്ന് പ്രതീകാത്മകമായി സ്ഥിരീകരിക്കുന്നു. ആർക്കൊക്കെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതെന്ന് കർത്താവിന്റെ ഐഹിക കാലത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ 10:9 കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. 14:6 പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിന്റെ ഈ വാക്കുകൾ രേഖപ്പെടുത്തിയ യോഹന്നാൻ ഇപ്പോൾ സ്വർഗത്തിൽ തുറന്ന വാതിൽ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച യോഹന്നാൻ താൻ പത്മോസിൽ ഏകാന്തതയിൽ കഴിയുന്നു എന്നുള്ളത് മറന്നുപോയി. രംഗം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറുന്നു. യേശു യോഹന്നാനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് ലോകത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് 22-ാം അധ്യായം വരെ എഴുതിയിരിക്കുന്നു. സ്വർഗത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ താൻ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന മഹനീയമായ സിംഹാസനവും അതിന്മേൽ ഇരിക്കുന്ന മഹത്വമേറിയ ദൈവത്തെയും ദർശിക്കുന്നു. പൗലോസ് 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 52 മുതൽ 54 വരെ എഴുതിയിരിക്കുന്ന സഭയുടെ ഉത്പ്രാപണത്തെ സ്പഷ്ടമായി ചൂണ്ടിക്കാണിക്കുന്നു. സഭ കർത്താവിനോടുകൂടി സ്വർഗത്തിലെത്തും. പൗലോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവിത്വത്തെയും
ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ജയിച്ചവനാണ് സ്വർഗരാജ്യത്തിലെത്തുന്നത്. സ്വർഗരാജ്യത്തിലെത്തിയ യോഹന്നാൻ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും വർണ്ണിച്ചുകൊണ്ട് 4-ാം അധ്യായം അവസാനിപ്പിക്കുന്നു. ബഹുമാനത്തിന്റെയും അധികാരത്തിന്റെയും ന്യായവിധിയുടെയും ഇരിപ്പിടം. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. അവിടെ അവിടുന്ന് മഹത്വത്തിൽ വസിക്കുന്നു. സഭയ്ക്കും മുഴുവൻ ലോകത്തിന് നിയമങ്ങൾ അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഭൂമിയിലെ എല്ലാ സിംഹാസനങ്ങളും സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സിംഹാസനത്തിന്റെ അധികാര പരിധിയിലാണ്. സിംഹാസനത്തിലിരിക്കുന്ന യേശു കർത്താവിന്റെ മഹത്വവും വർണ്ണിച്ചിരിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ അവിടെയുള്ള ജീവികൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവസിംഹാസനത്തിന് ചുറ്റുമിരിക്കുന്ന 24 മൂപ്പന്മാരെയും യോഹന്നാൻ ദർശിക്കുന്നു. 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അവർ എങ്ങനെയാണ് നമസ്കരിച്ചതെന്ന് തുടർന്നെഴുതിയിരിക്കുന്നു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ഈ കർത്താവിനെ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇതൊരവസരമായി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ വിത്ത് ദീസ് വേർഡ്സ്. ശരീരം അതെന്നു പിറകുമ്പോൾ എന്നല്ലെല്ലാം